ബാബുൽ വദീഅത്തി. വദീഅത്ത് വെച്ചാല് ഒരു സാധനം നമ്മൾ ഒരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ആ സാധനം സൂക്ഷിക്കാൻ കൊടുക്കേണ്ടത് ആരായിലാണ്, അയാൾക്ക് മേടിക്കാൻ അർഹതയുണ്ടോ ഇല്ലേ, അങ്ങനെ സൂക്ഷിച്ച് മേടിച്ചാൽ അയാൾ ആ സാധനം എന്ത് ചെയ്യണോ, അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെയാണ് നിയമങ്ങൾ. ലാ തസിഹു വദീഅത്ത് എന്ന് പറയുന്ന അഖ്ദ് ശരിയാവില്ല ഇല്ലാ മിൻ ജായിസി തസറുഫ്, ക്രയവിക്രയം അനുവദനീയമായവനിൽ നിന്ന് അല്ല. ഇപ്പൊ കുട്ടിയിൽ നിന്ന് പറ്റില്ല, ഭ്രാന്തനിൽ നിന്ന് പറ്റില്ല. കുട്ടി ഒരു സാധനം സൂക്ഷിക്കാൻ നമ്മൾ എടുക്കാൻ പാടില്ല. ആ ചെറുക്കം എടുത്തോണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. തിരിഞ്ഞോ? അതാണ് തന്നെ മഞ്ജുവിന് ഒരു സാധനം കൊണ്ടുവന്ന് ഇതൊന്ന് ചെറിയ സാധനം കൊണ്ട് തന്നാലേ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. തിരിഞ്ഞില്ല. അപ്പൊ ഒരാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഒരു കുട്ടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഔ സഫീഹുൻ, അല്ലെങ്കിൽ ഒരു സഫീഹ്. ആരെടുക്കൽ? ഇന്ത ബാലിഗിന്റെ അടുക്കൽ. ചെയ്യാൻ വല്ല വസ്തുവിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാല് ഫലാ യഖ്ബൽഹു, അതിനെ അവൻ സ്വീകരിക്കുന്നു. ആര്? സൂക്ഷിക്കുന്നവൻ സ്വീകരിക്കുന്നു. വൈൻ ഖബല, അവന് സ്വീകരിച്ചാലോ ദഖല ഫീ ദമാനി, അവന്റെ ഉത്തരവാദിത്തത്തിലായി. ഉണ്ടാ? അപ്പൊ അവന്റെ ഉത്തരവാദിത്തം ഈ സാധനം കുട്ടിയുടെയായി തന്നെ കൊടുക്കണോ, അതല്ല കുട്ടിയുടെ വലിയന്റെ ആയി കൊടുക്കണോ, അത് ചർച്ച ചെയ്യണം. മനസ്സിലായില്ല? അപ്പൊ അവന്റെ സമാനിലായി, ഇവന്റെ ഉത്തരവാദിത്വത്തിലായി. വലായ പുറവു, അവൻ ഒഴിവാവുകയില്ല. ഇല്ലാബിദഫീഹി, അതിനെ കൊടുക്കൽ കൊണ്ടല്ലാതെ വലിയ എന്താ കുട്ടിയിലേക്ക് ഇനി കൊടുക്കാനേ പറ്റും. അവന്റെ തന്ത ഏൽപ്പിക്കുന്നു. തിരിഞ്ഞ ഫലം റദ്ദഹുലി സബി, കുട്ടിയിലേക്ക് കൊടുത്താലോ ലമ്യബറ, അവൻ ഒഴിവാകും. ആര്? ഇവിടെ അങ്ങനെ ഉണ്ടോടെ? ലമ്യബറ ഒഴിവാകും. ഫൈനൗദാനി, ഏൽപ്പിച്ചു ബാലിഗുൻ. നീ നേരെ തിരിച്ച്. മനസ്സിലായോ? ഒരു കാക്ക കൊണ്ട് ഒരു കുട്ടിയെ സാധനം ഏൽപ്പിച്ചു. കുട്ടികളെ നശിച്ചാലും എന്ത് ചെയ്യണം? നശിച്ചു പോയി നോക്കാനേ പറ്റുള്ളൂ. സൂക്ഷിക്കാൻ വെച്ചു. ബാല്യങ്ങൾ പ്രായപൂർത്തിയായവൻ സൂക്ഷിക്കാൻ വെച്ചു. ഇന്ദസബീൻ, ഒരു കുട്ടീന്റെ അടുക്കൽ. അങ്ങനെ ഇപ്പൊ തലിബ സാധനം നശിച്ചു പോയി. ബിന്ദസബീൻ, കുട്ടീന്റെ അടുക്കൽ വെച്ചല്ല. അതിൽ തഫരീത്തിൻ, കുട്ടിയുടെ വീഴ്ച കൊണ്ടാണ് അത് വരി, അല്ലെങ്കിൽ അല്ലാതെ തന്നെ അതിന്റെ വീഴ്ചയൊന്നും എല്ലാം സൂക്ഷിക്കാനൊക്കെ വെച്ചിരുന്നതാണ്. സാധനം നഷ്ടപ്പെട്ടു പോയാലും കുട്ടി ഇനി ഉത്തരവാദിയ. സാധനം നഷ്ടപ്പെട്ടു എന്നല്ല, വേറെ പണിയൊന്നുമില്ലോ വേണ്ട. ഇനി അവിടെ തന്നെ വെയിൻ അതിലപ്പവും, ആ കുട്ടി നശിപ്പിച്ചതാണെങ്കിലോ ദമീനവും, കുട്ടി അതിന് ഉത്തരവാദിയാവും. കുട്ടി ഉത്തരവാദിയാവാച്ചാല് കുട്ടിയുടെ രക്ഷിതാവ് ഉത്തരവാദിയാവുന്ന. മനസ്സിലായില്ലേ? പിന്നെ ഒരാള് അവൻ അശക്തനാണ്. അൻഹിഫുൽ വദീഅത്ത്, വദീഅത്ത് സ്വത്ത് സൂക്ഷിക്കുന്നിടത്തോട്ട് അശക്തനാണ്. എന്നെ കൊണ്ട് പറ്റും. അവൻ അശക്തനാണെങ്കിൽ മേടിക്കാനേ പാടില്ല. ഞാൻ അവിടെ വെച്ചേക്കാന്ന് പറഞ്ഞ് മേടിക്കാണ്ട. പറഞ്ഞ മനസ്സിലായി? അത് പൈസയൊക്കെ കിട്ടും നമ്മളടുത്ത് സൂക്ഷിച്ചു. പൈസ മേടിക്കണ്ട നമ്മള്. അത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറിക്കും. ഞാൻ കണ്ട പൈസ ഇട്ട് തന്നെ തന്നെ കൊടുക്കും. നമുക്കില്ല. കാരണം നമ്മളടുത്ത് ഇരിക്കുമ്പോ ആരവധി വിചാരിച്ച കൊടുക്കും. എനിക്കില്ല, എന്റെ കയ്യിലോട്ടില്ലെന്ന് പറയാൻ ചില. പിന്നെ എനിക്കത്തോളോ ഇല്ല പൈസ ആയിരിക്കും. പിന്നെ എനിക്ക് അപ്പൊ കേൾക്കണ്ട, നമ്മളിതിനെ ഏറ്റെടുക്കുന്നത്. ഒമൻ ഒരാള് അജസവന ശക്തനായ അൻഹിഫുൽ വദീഅത്തിനെ സൂക്ഷിക്കുന്നതിനെ തൊട്ട് അശക്തനായ ഹറമാലി, അവന്റെ മേൽ ഹറാമാകും. കബൂലുക, ആ വദീഅത്തിന് സ്വീകരിക്കില്ല. അല്ല വൈൻ ഖദറ,
ഇനി കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ചിലപ്പോ എന്നെ അതിന് പോകാൻ സാധ്യതയുണ്ട്. സംഗതി നമ്മൾ സൂക്ഷിക്കാനൊക്കെ പറ്റും, പക്ഷെ എന്തുണ്ട്, എന്റെ നഫ്സിനെ എനിക്ക് ഉറപ്പില്ല. മനസ്സിലായോ? ഫൈൻ ഖദറ കഴിവായാൽ ഏത് ഹാലിൽ വലം യസിഖ് അവൻ ഉറപ്പിച്ചില്ല, ബി അമാനത്തി നഫ്സി അവന്റെ നഫ്സിന്റെ വിശ്വാസ്യതയിൽ അവൻ ഉറപ്പില്ല. തിരിഞ്ഞോ? വഖാബാൻ ഭയക്കുകയും ചെയ്തു, അയ്യഹൂന ഇതിൽ ചതി വരുമെന്ന് പേടിക്കുകയും ചെയ്തു, വഞ്ചന വരുമെന്ന് പേടിക്കുകയും ചെയ്താൽ കുരിഹലഹു അഹു അല്ല ഇനി വാങ്ങിവെക്കല് കറാത്ത. വൈൻ ഫൈൻ വാസിക്ക ഇനി ഉറപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, മേടിച്ച് നമ്മൾ സൂക്ഷിക്കും, എന്നാ ഉസ്തൊഴിപ്പ. അതൊരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാനല്ല, ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാനല്ല. ആയിക്കോ, മേടിച്ചു വെച്ചോ, എന്നിട്ട് അയാൾ വരുമ്പോൾ തിരിച്ചു കൊടുത്തോ, ഉറപ്പുണ്ടെങ്കിൽ. സുമ്മയൽസമു ഇനിയിപ്പോ സാധനം മേടിച്ചല്ലേ മതി, ഇനിയിപ്പോ എന്ത് ചെയ്യും? സുമ്മയൽസമു പിന്നെ ഇവന് നിർബന്ധമാകും അൽ ഹിഫ്ദു ആ സാധനം സൂക്ഷിക്കണം, ഫിഹിർസി മിസ്ലിഹാ അതുപോലത്തെ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കണം. ആരാധന സാധനം മേടിച്ചോടെ അതിനും കൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായില്ല, സൂക്ഷിച്ചുകൊണ്ട്. അപ്പൊ പിന്നെ മേടിച്ചു, എനിക്കതൊരു യാത്ര പോകാനാണ്, എന്ത് ചെയ്യും? ഇത് ഞാൻ അതും കൊണ്ട് യാത്ര പോയ പ്രശ്നമാവും, ഇവിടെ വെച്ചിട്ട് പോയാലും പ്രശ്നമാവുമെങ്കിൽ ഏകം എന്ത് ചെയ്യണം? ഒന്നാളിനെ തിരിച്ചേപ്പിച്ചിട്ട് വേണം. ഫൈൻ അറാദ സഫറ യാത്ര ഉദ്ദേശിച്ച ഔ ഖാഫൽ ഫൗത്ത അല്ലെങ്കിൽ ഇവിടെ വെച്ച് നശിച്ചു പോകുമെന്നുള്ള കാര്യം പേടിച്ചാല് ഫല്യറുദ്ദഹ അതിനെ മടക്കി കൊടുക്കണം. അതിനിപ്പോ അവിടെ ഇല്ലെങ്കിലും സൂക്ഷിക്കാൻ തന്ന ആളില്ല ഉസ്താദ്, അയാള് ഗൾഫിൽ, അല്ലെങ്കിൽ അയാളെ വീട്ടുകാരുമില്ല, അല്ലെങ്കിൽ അയാളെ വക്കീലൊന്നുമില്ല, ഒരു കാരണവശാലും അയാളെ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല, അയാളെ ചേട്ടനോ അനിയന്മാർ ആരൊന്നുമില്ല, അല്ലെ ഉണ്ടെങ്കിൽ തന്നെ അവർ വിശ്വാസയോഗ്യരല്ല, അങ്ങനെയൊക്കെ വരാമല്ലോ. അയാൾ നാട്ടിലെ ഖാദിയെ കൊണ്ട് ഏൽപ്പിക്കണം, ജമാഅത്തിനെ കൊണ്ട് ഏൽപ്പിച്ചാൽ ഈ ജമാഅത്തിൽ ഒരാളിന്റെ സാധനം ഈ സൂക്ഷിക്കാൻ വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ പോവാണ്, അപ്പോൾ നിങ്ങളിത് കൊടുക്കണം. അല്ലെ ഇപ്പം ഒരു സാഹചര്യത്തിൽ ഈ ലോക്കർ കൊണ്ട് വെച്ചോളൂ, അതിന്റെ പേർക്ക് വെച്ചിട്ട് എന്താ ഫൈലം യജിദുഹു അപ്പൊ അയാളെ എത്തിച്ചില്ല, സാഹിബിനെ എത്തിച്ചില്ല, പല വക്കീലും ആ സാഹിബിന് വേറെ വക്കീലന്മാരുമില്ല. സല്ലമഹ അതിനെ എന്ത് ചെയ്യണം? ഏൽപ്പിക്കണം. ഇലൽ ഹാക്കിമി നാട്ടിലെ ഖാദിയാരിലേക്ക് ഏൽപ്പിക്കണം. പള്ളിയിലെ ഖത്തീനെ കൊണ്ട് കൊടുത്തു, എന്താ കൊണ്ട് സ്ഥലം വിട്ടാലോ ശരിയാലോ ഇല്ലേ? ഫൈൻ ഫുഖിദ അപ്പൊ അങ്ങനെ എത്തിക്കപ്പെട്ടില്ലെങ്കിലോ ഫൈല അമീനിൻ വിശ്വാസയോഗ്യമായ ഒരാളിലേക്ക് ഏൽപ്പിച്ചാൽ എന്താ കൊടുത്തരാണ്, മനസ്സിലായി? അപ്പം എന്ത് ചെയ്തു? ഏൽപ്പിച്ചില്ല, സൂക്ഷിപ്പിച്ച സാധനം അവിടെ ഇരിപ്പുണ്ട്, സൂക്ഷിക്കാൻ മേടിച്ച ആള് മരിച്ചു. ഇനി സൂക്ഷിക്കാൻ കൊടുത്ത ആളെവിടെ പോയി അന്വേഷിക്കണം. ഞാൻ ചെയ്തിന്റെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തു, ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, ചെയ്ത് തരാൻ നേരത്ത് ഞാനില്ല, അപ്പൊ അവിടെ കൊണ്ടുവച്ചു, ഞാനങ്ങനെ വെച്ചു. ഇനി ചെയ്ത് ആരെടുക്കൽ വന്ന് ഈ സാധനം ചോദിക്കണം. ഫൈലം യഫ്അൽ അങ്ങനെ ചെയ്തില്ല, ഇപ്പൊ മാത്ത അവൻ മരിച്ചുപോയി, ഫലം യൂസി ബിഹ അതുകൊണ്ട് വേറെ ആരെയും വസിയത്തും ചെയ്തില്ല, അത് സാബറ ബിഹ അല്ലെങ്കിൽ അതുകൊണ്ട് യാത്ര പോയാലും ലമീന അല്ല തിരിഞ്ഞ ഉത്തരവാദിയാവും. അവന് ഉത്തരവാദിയായ ഖബറിൽ പോയി ചോദിക്കാനോ, അതല്ല അവന്റെ അനന്തരഗാമികളോട് ചോദിക്കണം. അതിനൊക്കെ ഓരോ മാർഗങ്ങളില്ലേ, അതിനോരോരോ മാർഗങ്ങളുണ്ടല്ലോ നാട്ടിലെ. അപ്പൊ ഖാദിയാരെ ഏൽപ്പിക്കണം, ഖാദിയാരില്ലെങ്കിലേ എന്ത് ചെയ്യാവൂ? വിശ്വാസയോഗ്യനേക്ക് ഏൽപ്പിക്കാന്ന് പറഞ്ഞു. അവിടെ അയാൾ തർത്തീബ് തെറ്റിച്ചു, വിശ്വാസയോഗ്യനെ വെച്ചു ഖാദി ഏൽപ്പിക്കാൻ, മനസ്സിലായോ? നീ അങ്ങനെ വന്നാലോ ഫൈൻ സല്ലമ അപ്പോൾ വദിയത്തിനെ ഏൽപ്പിച്ചു ഇല അമീനി മഅ വുജൂദിൽ ഹാക്കിമി അല്ല ഹാക്കിം ഉള്ളതിനോടുകൂടെ തന്നെ അവർ അമീനിലേക്ക് ഏൽപ്പിച്ചാൽ ലമീന ഉത്തരവാദിയാവും.
അതെപ്പോ വെച്ചു ഇല്ലായി യമൂത്ത ഫുജിയത്തിൽ പെട്ടെന്ന് ഖാദിയാർ മരിച്ചു പോയതാണ്, അങ്ങനെ കൊണ്ടേപ്പിച്ചത്. അല്ലെങ്കിലോ എപ്പ സംഭവിച്ചു ഫിൽ ബലദി, നാട്ടിൽ സംഭവിച്ചാൽ എന്താ സംഭവിച്ചാൽ ഒഴിച്ച്, നാട്ടിൽ പിടിച്ചുവരെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഇതും പിടിച്ചൊടിച്ചു പോകും. ഇപ്പൊ നമ്മൾ ആക്മിനെ അന്വേഷിച്ചു പോയപ്പോ ആക്മില്ല, അല്ലെ ആക്മിനെ അന്വേഷിച്ചു പോകാൻ എളുപ്പമല്ല, അപ്പൊ ഒരു അമീനിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ ഉത്തരാധികാരം മനസ്സിലായില്ലേ? ഔ ഹരീഖുൻ, അല്ലെങ്കിൽ ഒരു മുങ്ങൽ വന്നു, അല്ല കരിച്ചിൽ വന്നു. ഫലം എത്തമക്കൻ മീൻ ചെയ്യും പിന്നാലിക്ക, ഈ പറഞ്ഞൊന്നും സൗകര്യമായില്ല എങ്കിൽ ഫസാഫറബിയ, അങ്ങനെ അതുകൊണ്ട് യാത്ര പോവുകയും ചെയ്തു. എന്നാൽ സാഫറബിയ വേണ്ട, ഫസാഫറ എന്നല്ല, സാഫറബിയ അതുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് പാണ്ടാണ്. അത് ജവാബായിട്ടാ എന്താ അത് വേണ്ടെന്ന്.